വേറെ ഓരോ നാട്ടിൽ നിന്ന് ആൾക്കാർ ജീപ്പും നായ്ക്കളൊക്കെ ആയിട്ട് വരും. ഇപ്പോഴും വരും. ഈ മുള്ളമ്പന്നിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ നാട്ടുകാരല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് താന്നൂർ ഒഴൂരുള്ള മുച്ചോലക്കുണ്ട് എന്ന് മുമ്പ് കാലങ്ങളിൽ അറിയപ്പെട്ട നരിമടയിലാണ്. നമ്മുടെ കൂടെ ഉള്ളത് അയ്മുട്ടിയേക്ക. അയ്മു എന്നാണ് അദ്ദേഹത്തെ വിളിക്കൽ. അയ്മുക്ക എന്നാണ് വിളിക്കൽ. ഇദ്ദേഹം ഇവിടെ കുറേ കാലം ഇവിടെ വീട് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് വീട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആണല്ലോ. ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളെ കൊണ്ട് വരാൻ പറ്റുന്നൊരു സ്പോട്ട് കൂടെ ആയിട്ടാണത്. പിന്നെ നരിമട വ്യൂ പോയിന്റ് എന്നാണ് ഇപ്പോൾ ഇതിനെ പുതുക്കി ഒന്നാകെ പാർക്ക് സെറ്റപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന ഒരുപാട് പിന്നെ നല്ല നല്ല കളിക്കാൻ ആക്ടിവിറ്റീസ് ഉണ്ട്. ചെറിയ ചെറിയ ബാസ്കറ്റ് ബോളുകളുണ്ട്, നമുക്ക് ഇപ്പോൾ മനസ്സിലാവും ഇവിടെ. അതുപോലെ തന്നെ ഊഞ്ഞാല, പിന്നെ ജമ്പ് ചെയ്യുന്നത്, നല്ല ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പോട്ടും ഇവിടെ ഉണ്ട്. ദെൻ മോറോവർ ഇവിടുത്തെ വ്യൂ ആണ്. സത്യത്തിൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമുണ്ട്. അതിനേക്കാൾ ഉപരി നമുക്ക് ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ കൂടാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട്. വരി, ഞാൻ കാണിച്ചു തരാം. കമോൺ. ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം ഇതിനെ പറ്റിയുള്ള കുറച്ച് ചരിത്രപരമായ സത്യങ്ങൾ എന്തൊക്കെയാണിതെന്ന്. കാക്കയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പഴയകാല ചരിത്രം എങ്ങനെയാണ്? പഴയകാല ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു 65 വയസ്സായി. അപ്പോൾ എന്നെ പഠിപ്പിച്ചത് ഒരു 85 വയസ്സുള്ള ആളായിരുന്നു എന്നെ പഠിപ്പിച്ച ആള്. അങ്ങേര് പറഞ്ഞു കേട്ടിരിക്കുന്നത് മൂപ്പരൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഇതുണ്ട്. മൂപ്പരുടെയും ചെറുപ്പത്തില് അവരൊക്കെ ഓത്തുള്ളി പോയി ഞാനും ഓത്തുള്ളിയിലാണ് പഠിച്ചത്. ഓത്തുപള്ളിയിൽ പണ്ടത്തെ കാലത്ത് ഓത്തുപള്ളി എന്നുള്ള അതിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് അവരെ ചെറുപ്പത്തിൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ആ ഓത്തുപള്ളി അവരിപ്പോഴും ഉണ്ട്. അവർ ബാക്കിക്കാർ അങ്ങനെയൊക്കെ മരിച്ച് അങ്ങനെ മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് അവരെ ചെറുപ്പത്തിൽ ഈ മഠം ഉണ്ടായിരുന്നു. ഇതിൽ ബ്രിട്ടീഷിന്റെ കാലത്തൊക്കെ ആൾക്കാർ ഒളിഞ്ഞു താമസിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത്, ഏകദേശം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിനേക്കാൾ മുന്നേ തന്നെ ഇത് ആളുകൾ ഒളിച്ചു താമസിക്കാൻ വേണ്ടി ഉപയോഗപ്പെട്ട സ്ഥലങ്ങളായിരുന്നു പറഞ്ഞത്. വർഷങ്ങളോളം പഴക്കുണ്ട്. നമ്മൾ ഇതിന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്രയും രഹസ്യാത്മകമായിട്ടും ഒരുപാട് അറകളുള്ള, പിന്നെ ഇന്നും നിഗൂഢതയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിന്റെ അറ്റം വരെ ആരെങ്കിലും പോയിട്ടുണ്ടാവും? ആരും പോയവരില്ല, ഉണ്ടാവില്ല. അപ്പൊ നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് ഗുഹകൾക്കുള്ള നമ്മള് ശരിയായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഞങ്ങളൊക്കെ ഈ ഗുഹന്റെ ഉള്ളിലേക്ക് കയറി പോയിക്കണെന്ന് പറഞ്ഞാല് ഏറി പോയാലും ഒരു 50 മീറ്റർ ഒക്കെ പോയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. 50 മിനിറ്റ് അപ്പുറത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ ശ്വാസത്തിന് തടസ്സമൊന്നുമില്ല. നമുക്ക് ഭയമാണ്. ഫുള്ളി ഇരുട്ടല്ലേ, ടോർച്ച് ഇല്ലാതെ പോകാൻ പറ്റൂല. ടോർച്ച് വേണം. പെട്രോമാക്സ് ഒക്കെ ആയിട്ടാണ് ആദ്യം ഞങ്ങൾ പോയത് എൻ്റെ ചെറുപ്പത്തില്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ലോങ് പോയിട്ടുണ്ട്? അടുത്ത കാലത്ത് പോയിട്ട് പറഞ്ഞാല് ഒരു 35 വർഷം മുമ്പ് ഞങ്ങൾ പോയത്. 35 വർഷം മുന്നേ. ഏകദേശം എത്ര ലോങ് പോയിട്ടുണ്ടോ? അന്ന് ഒരു 50 മീറ്റർ, അതിൽ കൂടുതൽ ഞങ്ങൾ പോവില്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാറയുണ്ട് ഉള്ളില്. പിന്നെ അവിടുന്ന് ഇങ്ങനെ പല കൈവഴികളായിട്ട് പോകുന്ന ചെറിയ ചെറിയ ഗുഹകളാണ്. പിന്നെ അങ്ങോട്ട് പോകാൻ നമുക്ക് പേടിയാ. അവിടുന്ന് തിരിച്ചു വരും. ഈ വഴികളൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ നായാട്ടുകാർ വന്നിട്ട് അടക്കണതാണ്. അവര് രാത്രിയിലാണ് വരിക. ആള് മനുഷ്യനൊക്കെ അടങ്ങിയതിന്റെ സേവയില. എവിടുത്തുകാരാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് സാധനം പിടിച്ച് കൊണ്ടുപോകലുണ്ടായിരുന്നു. ഇപ്പൊ കുറെ കാലമായിക്കണം ഇങ്ങോട്ട് വന്നിട്ട്. ഇതിന്റെ ഒരു ഫോർമേഷൻ ആണ് ലേഖ. നന്നായിട്ട് വെള്ളം ഇറങ്ങുന്ന, മഴ പെയ്താൽ നല്ല വെള്ളം, റോക്കുകൾ കണ്ടാൽ മനസ്സിലാവും. കുറച്ചും കൂടെ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കാൻ കഴിവുള്ള പാറയാണ് എന്ന് പറയാം. അതിന്റെ മുഖത്തുള്ള ഓരോ വെള്ളം ശരിക്കും നല്ല 2 മഴ പെയ്താല് വെള്ളം ഇങ്ങനെ ഇറ്റിട്ടിരിക്കും. ഇപ്പോഴും വരും. വരും. നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു ടൈപ്പ് ഇതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. 4 മഹല് ചേരുന്ന സ്ഥലമാണിത്. 4 മഹലുകൾ. 4 മഹലാണ്. ഒന്നിപ്പോ ഇത് അയ്യായ മഹലാണ്. ഈ നെരിമല അയ്യായ ഒഴൂര് അയ്യായ. പിന്നെ ഇതിന്റെ വടക്ക് ഭാഗം ഓമച്ചപ്പുഴ മഹൽ. ഓമച്ചപ്പുഴ. തെക്ക് ഭാഗം പകര. കിഴക്ക് ചിലവിൽ. ചെലൂര് ഞങ്ങൾ പറയാം. ചിലവിലാണ്. അങ്ങനെ 4 മഹല് സംഗമിക്കുന്ന ഭൂമിയാണ് വെള്ളച്ചാല്. പിന്നെ ഒരു മഴ കൊണ്ട് പെയ്താൽ മതി, വെള്ളം ഒഴുകിട്ടേ ഇരിക്കും. നല്ലൊരു മഴ കൊണ്ട് പെയ്താൽ മതി. ഇവിടെ ആദ്യം ടോട്ടൽ 3 ചോലകളായിരുന്നു. 3 ചോലകളായിരുന്നു. അങ്ങനെയാണ് പറയപ്പെട്ടിരുന്നത്. നമ്മൾ കേൾവി അങ്ങനെയാണ്. അങ്ങനെ അത് ലോപിച്ചായതാണ് ഈ മുച്ചലക്കാട് എന്ന് പറഞ്ഞത്. മുച്ചോലക്കുണ്ടായിരുന്നല്ലോ ഫസ്റ്റിൽ ഇതിന്റെ പേര്. ഇപ്പൊ ഇവിടെ ഈ പാർക്കൊക്കെ വന്ന് എപ്പോഴും ആളായപ്പോഴാണ് ഇതിനുള്ളിൽ ഇല്ലാത്തത്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇവിടെ അങ്ങനെ ഒന്നായിട്ട് പറ്റി കണ്ടിരുന്നില്ലേ. പിന്നെ ആ മടനുള്ളൊക്കെ കടിച്ചാൽ കാണാം, അപ്പോഴും കാണാം.
പിന്നെ ആദ്യമൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഈ മുള്ളംപന്നി ഉണ്ടല്ലോ, ആ, ആ. മുള്ളംപന്നിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ നായാടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമായിരുന്നു, പിടിച്ചൊക്കെ കൊണ്ടുവരുന്നത്. അന്ന് ഇത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ, കണ്ടില്ലേ? ഇതാണത്, ഇത് വവ്വാലല്ലേ? ഇത് വവ്വാല, ഇതാണ് നരിച്ചീറ്. നരിച്ചീറ്. നിങ്ങൾ ഈ ജസ്റ്റ് ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്യും. നരിച്ചീറുകളാണത്, വവ്വാലിന്റെ വിഭാഗത്തിൽ പെടുന്ന. അതന്നെ. പക്ഷെ ഇവര് പഴങ്ങളും കായ്ക്കനികളും തിന്നില്ല. ഇവര് ഈ കൊതുക് അങ്ങനത്തെ ഷഡ്പദങ്ങളൊക്കെ നിന്നിട്ട് ജീവിക്കുന്ന ഒരു ജീവികളാണ്. ഇതൊക്കെ അടച്ചതാണ് അവര്, ഈ നായാട്ടുകാര് അങ്ങനെ അടച്ചതാണ്. ഇവിടെ ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ട് കയറി പോകായിരുന്നു. ഇതൊരു ചെറിയ മടയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിൽ കാണി കയറി കഴിഞ്ഞാല് പിന്നെ ഇതേപോലെ തന്നെയാണ് അകത്തേക്ക് പോയാൽ. അതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇവര് ഈ മുള്ളംപന്നിന് പണ്ടൊക്കെ മുള്ളംപന്നിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് പെറുക്കി ഈ ഹോളുകളൊക്കെ അടച്ചതാ. അങ്ങനെ ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നുഴഞ്ഞ് ഉള്ളിൽ കയറും. ഉള്ളിൽ കയറിയാൽ പിന്നെ ഇതേപോലെ തന്നെ അകത്ത് നമ്മളിപ്പോ ഷെഡൊക്കെ വെക്കണ, പാർക്കൊക്കെ വെക്കണ, അതൊക്കെ അതിന്റെ അവിടെയൊക്കെ നിന്നാ കയ്യെത്തൂല. ഇതേപോലെ ഇതിനുള്ളിൽ കയറിയാല് കയ്യെത്തൂല. അത്രയും ഇതും അതേമാതിരി തന്നെ ഹോള. ഇതൊക്കെ അടച്ചാണ്. ഇതിലകത്തൊക്കെ ഞങ്ങൾ കയറും, ടോർച്ചായിട്ട് ഞങ്ങൾ കയറും. അപ്പൊ ഇതിന്റെ അകത്ത് കൂടെ ഒക്കെയാണ് നമ്മള് പിന്നെ നുഴഞ്ഞു കയറേണ്ടത്. അപ്പം നുഴഞ്ഞു കയറി കഴിഞ്ഞാലും ഈ കാണുന്നതിനേക്കാൾ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവില്ലേ? അകത്തുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഒരുമാതിരി കിണറുകളിലൊക്കെ ഈ ഗുഹ ഉണ്ട്. കിളച്ച് ഒരു 15 മീറ്റർ, ഒരു 10-12 മീറ്ററാണ് ചെല്ലുമ്പോ ഈ ഗുഹ കാണും. ഇത് ഇവിടെ ശരിക്കും എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് പ്രകൃതിയായാലും ഉണ്ടായതാ, ഒരാൾ ഉണ്ടാക്കിയതല്ല എന്നുള്ളതാണ് അറിവ്. ഇനി എന്തോ പഠിച്ചാനറിയാം. മിക്കവാറും ഉരുൾപൊട്ടലൊക്കെ ആയിരിക്കാം. പണ്ട് കാലത്ത് ഇവിടെ ഒരുപാട് സംഗതികളൊക്കെ നടന്നതല്ലേ. ഇതില് പിന്നെ ഒരുപാട് പുലികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. കുറുനരി തന്നെ സംഗതി ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട് കുറുനരി. അല്ലാതെ പുലി അങ്ങനത്തെ ഒന്നും ഇതുവരെ പുലി നരി ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. കുറുനരി ഉണ്ട്. കുറുനരി എന്ന് പറഞ്ഞാൽ കുറുക്കന്റെ വേറൊരു ഇത്. എങ്ങനെയാക്കാം? ഇതൊക്കെ അടച്ചതാണ്. ഇതൊക്കെ അടച്ചതാട്ടോ. ഇതേപോലെ അങ്ങോട്ട് അകത്ത് അങ്ങോട്ട് പോവാ. ഒരുപാട് ഇതൊക്കെ ഈ മുള്ളംപന്നിനെ പിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നമ്മളെ നാട്ടുകാരല്ല, വേറെ ഓരോ നാട്ടിൽ നിന്ന് ആൾക്കാർ ജീപ്പും നായ്ക്കളൊക്കെ ആയിട്ട് വരും. ഇപ്പോഴും വരും. അവര് രാത്രിയാണ് വരിക. ആരും നമ്മളോട് പെർമിഷൻ എങ്ങനെയാ ചോദിക്കോ? അങ്ങനൊന്നുമില്ല. അപ്പൊ അവര് സ്ഥിരമായിട്ട് പിടിക്കുന്ന ആളുകളായിരിക്കും അല്ലേ? എവിടുത്തരാന്നുള്ള അറിഞ്ഞൂടാ. ഇവിടെ അവര് ജീപ്പും നായ്ക്കളൊക്കെ ആയിട്ട് വരിക. 2-3 ജീപ്പൊക്കെ ഉണ്ടാവും. ഏകദേശം എത്രത്തിനൊക്കെ പിടിച്ചോണ്ടോ? അവര് 3-4 പിടിച്ചോണ്ടാവും. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്, ജോഗ്രഫിക്കലി നമുക്ക് ഇതിനെ പറയുകയാണെങ്കിൽ ശരിക്കും ഇത് ഉണ്ടാവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഈ വെള്ളം നന്നായിട്ട് താഴത്തേക്ക് ഇറങ്ങി ഈ വെള്ളം പിന്നെ പാറയിലൂടെ തട്ടി ഈ മണ്ണും ഇതൊക്കെ വലിച്ച് പൊടിഞ്ഞ് പോയിട്ടായിരിക്കും ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അല്ലേ? അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അല്ലേ? അപ്പോൾ അതൊരു പ്രത്യേകത നിറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ സവിശേഷമാക്കപ്പെടുന്ന ഒരുപാട് രഹസ്യങ്ങളുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഗുഹയാണ്. നമ്മൾ ഗുണാക്കേവൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചെറിയ ഗുഹകൾ ആദ്യം ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഇപ്പോഴും ഇതിൻ്റെ നിഗൂഢതകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരടച്ചിട്ട് പോകും. ഈ ജന്തുക്കളൊക്കെ രാത്രി ആയാല് പുറത്തിറങ്ങി പോവല്ലോ. എന്നിട്ട് ഓര് വന്നിട്ട് ഇതേമാതിരി ടോർച്ചൊക്കെ അടിച്ചിട്ട് കല്ലൊക്കെ പൊറുക്കിട്ട് ഇത് ഈ ഗുഹകളൊക്കെ അടക്കും. എന്നിട്ട് പിന്നെ നായ്ക്കളാണ് വിടും. അപ്പൊ നായ്ക്കൾ അവരെ ആക്രമിക്കാറ്. മുള്ളംപന്നി നായ്ക്കളാണ് ആട്ടിക്കൊണ്ടിരിക. ആ നായ്ക്കള് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരും പുറത്തേക്ക്. അങ്ങനെ അപ്പൊ വേട്ടയാടലാണ് മെയിൻ. തലടിക്കുന്നു. ഇങ്ങോട്ട് വരുന്നതിനുള്ള എൻട്രി ഫീസ് 20 രൂപയാണ്. ഇനി ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരൂര് താന്നൂര് റോഡിൻ്റെ ഇടയിലുള്ള ഒഴൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാം. ഒഴൂരിൽ നിന്ന് നമ്മൾ പിന്നെ വെള്ളച്ചാൽ റോഡിനാണ് കയറേണ്ടത്. വെള്ളച്ചാൽ റോഡിന് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ. അപ്പോൾ തന്നെ പിന്നെ കേവൻ പാർക്ക് എന്ന് പറയുന്ന നരിമട വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്. പിന്നെ ഏകദേശം രാത്രി 10 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നരിമടക്ക് അകത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ വരണം. 6 മണി വരെയൊക്കെ ആകും. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോലെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒന്ന് നോക്കുക. കുട്ടികൾ കളിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ പെറ്റ്സിനൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളാണത്. പിന്നെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും രസകരമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഇവിടെ നമുക്ക് കിട്ടും.